ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് ആവണം, അല്ലെങ്കിൽ ഒരു ഹൈ ഇൻകം സ്കില്ലൊക്കെ പഠിച്ച് മുന്നോട്ട് പോകണം എന്നൊരു മൈൻഡ് വന്നില്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ ഒരു തമ്പനയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കാണാൻ വന്നത്. അതിനാണ് ഞാൻ നിങ്ങളെ ഫസ്റ്റ് അഭിനന്ദിച്ചത്. സ്കിൽസ് എന്താണെന്ന് അറിയാലോ? പലർക്കും പല സ്കിൽസ് ഉണ്ടാവും, പക്ഷെ ഹൈ ഇൻകം സ്കില്ലിന്റെ തട്ട് താണ് തന്നെ ഇരിക്കും. അതായത് നോർമലി എല്ലാവരും ചെയ്യുന്നത് എന്താ, 99% ആൾക്കാരും പോകുന്നത് മിഡിൽ ക്ലാസ് ട്രാപ്പിലോട്ടാണ്. ഞാൻ മുന്നേയും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് +2 വരെ എങ്ങനെയും തള്ളി നിൽക്കും, +2 കഴിഞ്ഞ് പഠിക്കുന്നതോ അപ്പോൾ ഏതാണോ ഡിമാൻഡ് അതിനനുസരിച്ച് പഠിച്ചു പോകും. ആൻഡ് ഇവൻ പഠിച്ചു കഴിയുമ്പോഴോ ആ ഡിമാൻഡ് അങ്ങ് പോകും, ഇവരെല്ലാം ഒരു ട്രാപ്പിലകപ്പെടും. എന്നാൽ എല്ലാവരും ചിന്തിക്കാത്തൊരു കാര്യമാണ് ബാക്കി 1% എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. രണ്ട് തരത്തിലാണ് അവർ പോകുന്നത്. ഒന്ന്, സ്വന്തമായിട്ട് ഓൺട്രപ്രണർഷിപ്പിലോട്ട് പോകും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും. രണ്ടാമത്തെ ആൾക്കാർ ഹൈ ഇൻകം സ്കിൽസ് പഠിച്ച് മുന്നോട്ട് പോകും. അവരൊരു ജോബിനാവും ചിലപ്പോൾ പോകുന്നത്, ചിലപ്പോൾ ഫ്രീലാൻസ് വർക്ക് ആവും ചെയ്യുന്നത്, എങ്കിലും ലൈഫിൽ നല്ല ഒരു ഏർണിങ്സ് ഉണ്ടാക്കും, നല്ല രീതിക്ക് സക്സസ്ഫുൾ ആവാൻ സാധിക്കും. അങ്ങനെ നിങ്ങളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട 4 ഹൈ ഇൻകം സ്കിൽസ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു 4 ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്. എന്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഞാൻ ഇതിൽ പറഞ്ഞുതരാം. ആൻഡ് ഈ ഒരു 4 എന്റെ ഒരു എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഓക്കെ, ഹൈ ഇൻകം സ്കില്ലാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പറയുന്ന 4 നിങ്ങൾ എടുത്തങ്ങ് ചെയ്യരുത്. ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക, നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല രീതിക്ക് സെൽഫ് ലേൺ ചെയ്യുക അതിനെ പറ്റിയിട്ട്. ആൻഡ് നിങ്ങൾക്ക് അതിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാക്സിമം ഒരു 90 ദിവസം കൊണ്ട് തന്നെ ഞാൻ പറയുന്ന എല്ലാ സ്കിൽസും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു 90 ഡേയ്സിന്റെ ഉള്ളിൽ നല്ല രീതിക്ക് ഒരു ഏർണിങ്സും ഉണ്ടാക്കി തുടങ്ങാൻ പറ്റും. നല്ലൊരു പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നല്ല ഞാൻ പറയുന്നത്, തുടങ്ങാൻ പറ്റും. ഫസ്റ്റ് സ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ഫോം വീഡിയോ എഡിറ്റിംഗ്. വീഡിയോ എഡിറ്റിംഗിന് നമ്മൾ 2 തരത്തിൽ പറയാറുണ്ട്, ലോങ് ഫോം ഓർ ഷോർട്ട് ഫോം. നിങ്ങളിപ്പോൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോസ്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കാണുന്ന വീഡിയോസ്, ആഡ്സ് ആൻഡ് ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ലോങ് ഫോം എന്ന് പറയുന്നത്. ആൻഡ് നല്ല ലെങ്ത്തുകളുള്ള കോണ്ടന്റ്സിനെയാണ് ലോങ് ഫോം എന്ന് പറയുന്നത്. ഷോർട്ട് ഫോം എന്താ, നിങ്ങൾ ഡെയിലി ടൺ കണക്കിന് റീൽസ് സ്ക്രോൾ ചെയ്യാറില്ലേ? ഈ റീൽസ് എല്ലാം എഡിറ്റ് ചെയ്യുന്ന ഒരു പയ്യനുണ്ടല്ലോ, അവൻ ഓൾറെഡി ഒരു ഹൈ ഇൻകം സ്കില്ല് പഠിച്ചവനാണ്. ആ ഹൈ ഇൻകം സ്കില്ലാണ് ഷോർട്ട് ഫോം എഡിറ്റിംഗ് എന്നത്. അതായത് ഷോർട്ട് ഫോം കണ്ടന്റ്സ് എഡിറ്റ് ചെയ്യാൻ പഠിക്കുക. ലോങ് ഫോം കോണ്ടന്റിനെ അപേക്ഷിച്ചിട്ട് ലെങ്ത് കുറവാണ്, പഠിക്കാൻ സിമ്പിൾ ആണ്. ആൻഡ് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, ഞാനൊരു വീഡിയോ എഡിറ്റർ ആണ്, അപ്പൊ ഞാൻ പറയും ലോങ് ഫോം വീഡിയോസിനെക്കാട്ടിലും അത്യാവശ്യം നല്ല പണി ഈ ഒരു റീൽസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. കാരണം ആൾക്കാർ പിടിച്ചിരുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള പാർട്ടാണ്. എന്തായാലും ഞാൻ കറന്റ്ലി ഒരു ഷോർട്ട് ഫോം എഡിറ്റർ ആണ്. ഷോർട്ട് ഫോം എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 1-2 ക്ലയൻസിന് ഞാൻ ഷോർട്ട് ഫോം എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോ ഫ്രീലാൻസ് ആയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയും നല്ലൊരു സ്കോപ്പുള്ള സ്കില്ലാണ്. നല്ല രീതിക്ക് ഏർണിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഫ്രീലാൻസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2-3 ക്ലയൻസിന്റെ ഒപ്പം വർക്ക് ചെയ്യാം, നല്ല ഏർണിങ്സ് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ സ്കില്ലോട്ട് പോവാം. രണ്ടാമത്തെ സ്കില്ലാണ് സോഷ്യൽ മീഡിയ കോണ്ടന്റ് റൈറ്റിംഗ് ഓർ കോപ്പി റൈറ്റിംഗ്. ഓക്കെ, ഇത് റൈറ്റിംഗ് സ്കിൽസ് ആണ്. നിങ്ങൾക്ക് എഴുതാനൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കില്ല് സെലക്ട് ചെയ്യാം. നിങ്ങളിപ്പോ ഈ ഒരു വീഡിയോ, അത് ഞാൻ കുറച്ച് ടൈം എടുത്ത് നല്ല കോണ്ടന്റ്സ് എഴുതി ഉണ്ടാക്കിയ ശേഷം ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇനി വരാൻ പോകുന്നത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം സോഷ്യൽ മീഡിയാസിൽ വീഡിയോസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് വീഡിയോ ക്രിയേഷൻ കൂടി വരുന്ന ഈ ഒരു സമയത്ത് വീഡിയോ കോണ്ടന്റ് എഴുതാൻ ഒരാളെ എല്ലാവരും ഹയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വരെ, അതായത് കമ്പനികളെ കൂടാതെ ഇൻഫ്ലുവൻസേഴ്സ് വരെ പേഴ്സണലി കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഒരാളെ വെച്ച് തുടങ്ങി. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല മോട്ടിവേഷൻ കോണ്ടന്റ്സ് ഒക്കെ ഇടുന്ന ഒരാളാണെന്ന് വെക്കുക. ആളെ സംബന്ധിച്ച് ആൾക്ക് കോണ്ടന്റ് എഴുതണം, ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും, കോണ്ടന്റ്സ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരാളെ ഏൽപ്പിക്കും. അവന്റെ ജോലിയാണ് ഇതിന് വേണ്ട കോണ്ടന്റ്സ് ചെയ്ത്, അതായത് ആ വീഡിയോയിൽ എന്താണ് പറയേണ്ടത്, അല്ലെങ്കിൽ ആ വീഡിയോ എന്താണെന്ന് അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് എഴുതുക. ഇതാണ് ബേസിക്കലി കോണ്ടന്റ് റൈറ്റിംഗ്. ക്യാപ്ഷൻസ് അതുപോലെയുള്ള സംഭവങ്ങളെല്ലാം, വീഡിയോസിന് വേണ്ട എല്ലാ സംഭവങ്ങളും എഴുതിയെടുക്കുന്നതിന് വേണ്ട ഒരു സ്കില്ലാണിത്, കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോ മാർക്കറ്റിൽ വളരെ കുറച്ച് കോണ്ടന്റ് റൈറ്റേഴ്സേ ഉള്ളൂ. ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാൻ താല്പര്യമുള്ള കുറച്ച് ആൾക്കാരെ ഹയർ ചെയ്തിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം നല്ല കോണ്ടന്റ് റൈറ്റിംഗ് ഒരു സ്കില്ല് പഠിച്ചിട്ട് നിങ്ങളൊരു ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ്, 100% ഉറപ്പാണ്, നിങ്ങളെ ഫസ്റ്റ് പ്രയോറിറ്റി അവർ കൊടുക്കും. ആൻഡ് നമ്മുടെ രണ്ടാമത്തെ സ്കില്ലാണ് കോണ്ടന്റ് റൈറ്റിംഗ് എന്നത്. ഓക്കെ, സോഷ്യൽ മീഡിയ എത്രത്തോളം കാലമുണ്ടോ അന്നൊക്കെ സോഷ്യൽ മീഡിയ കോണ്ടന്റ് റൈറ്റേഴ്സിന് ഡിമാൻഡ് ഉണ്ട്. മൂന്നാമത്തെ സ്കില്ല് കുറച്ച് ഡിഫറെന്റാ, ഹൈ പെർഫോമൻസ് എന്നാണ്. ഹൈ പെർഫോമൻസോ അതെന്താന്നാവും നിങ്ങൾ ആലോചിക്കുന്നത്? അതായത് പെർഫോം ചെയ്യുക അടിപൊളിയായിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ബാക്കി 3 സ്കില്ലിനെയും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ്. നല്ല പെർഫോമൻസ് ഗെയിൻ ചെയ്യുക,
ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കുക. ഹൈ പെർഫോമൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, നിങ്ങളത് സ്ക്രോൾ ചെയ്ത് കുറെ ടൈം വേസ്റ്റ് ആക്കി. ഒരു ഫസ്റ്റ് ഫാക്ടർ ആണത്. എന്നാൽ നിങ്ങൾക്ക് ഹൈ പെർഫോമൻസ് ഉണ്ട്, അതല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. നിങ്ങൾ ഈ ഒരു ഫോണ് ഒഴിവാക്കി വെക്കുകയാണ്, നിങ്ങളപ്പോൾ എന്താ ചെയ്യുന്നത്? ആ ഒരു നോട്ടിഫിക്കേഷൻ നോക്കി ആ ഒരു ടൈം കൂടി വർക്ക് ചെയ്തു. നോർമലി ആ വർക്ക് ചെയ്തതിനുള്ള എക്സ്ട്രാ റെമ്യൂണറേഷനും കൂടി നിങ്ങൾക്ക് കിട്ടും. ഇതാണ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സ്വന്തമായിട്ടൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു റെസ്പെക്ട് ബിൽഡ് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കുറയ്ക്കാൻ പഠിക്കുക. അതുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു വീഡിയോ ഡെയിലി എഡിറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും ഒരു ദിവസം, അല്ലെങ്കിൽ 3 വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഒരു വീഡിയോക്ക് 1000 rupees ആണ് ഞാൻ വാങ്ങുന്നതെങ്കിലോ എനിക്ക് ഒരു ദിവസം 3 വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയ 3000 rupees എനിക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതായത് 3x ലിവറേജ് എനിക്ക് അവിടെ കിട്ടുകയാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്ത് സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഹൈ പെർഫോമൻസ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് എന്നൊരു സ്കില്ല് കൂടി നിങ്ങൾ ഗെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രോഫിറ്റ് കൂട്ടാൻ പറ്റും, നിങ്ങൾക്ക് സക്സസ് റേറ്റ് നിങ്ങളുടെ കൂട്ടാൻ പറ്റും. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ 3rd ഹൈ ഇൻകം സ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പെർഫോമൻസ് ആണ്. 4ാമത്തെ ഹൈ ഇൻകം സ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ സിമ്പിൾ ആണ്, പറഞ്ഞു തരാൻ സിമ്പിൾ ആണ്, എന്നാൽ ചെയ്യാൻ കുറച്ച് പണിയാണ്. കോണ്ടന്റ് ക്രിയേഷൻ. കോണ്ടന്റ് ക്രിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ഞാൻ എക്സ്ട്രാ ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, ഈ ഒരു ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത്. കോണ്ടന്റ് ക്രിയേഷൻ എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തൊരു ചെറിയ അറിവാണോ ഉള്ളത് അത് നിങ്ങൾ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, എല്ലാ നോളജും വലുത് തന്നെയാണ്. ഓക്കെ, ഒരു നോളജും ചെറുതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോസ് ആയിട്ട് കൊടുക്കുക. ബേസിക്കലി അത്രേ ഉള്ളൂ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ നിങ്ങൾ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, പേഴ്സണൽ ബ്രാൻഡിങ് മോട്ടീവായിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഞാൻ അതിൽ തന്നെ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോ പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ഞാനൊരു ബ്രാൻഡ് ആയി കഴിഞ്ഞു. ഓക്കെ, അതായത് ആൾക്കാർ ഫസ്റ്റ് എന്നെ ഓർക്കും. കൺസിസ്റ്റൻസി ആയിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്, പേഴ്സണൽ ബ്രാൻഡിങ് എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങളൊന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുകയാണ്, നിങ്ങൾക്ക് ഒരു ദിവസം തോന്നുകയാണ് പേഴ്സണൽ ബ്രാൻഡിങ് തുടങ്ങാം. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ ഫസ്റ്റ് എന്താ വരിക? ഗംഗാദാസ്, ഓന്റെ കുറച്ച് റീലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയിട്ട് എന്റെ നെയിം അവിടെ നിങ്ങളുടെ മൈൻഡിൽ വന്നല്ലോ. അത് തന്നെയാണ് ഈ ഒരു ബ്രാൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ബ്രാൻഡ് ആവാൻ പറ്റും. ഓക്കെ, എന്താണോ നിങ്ങളുടെ പെർട്ടിക്കുലർ നോളജ് അതിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ബ്രാൻഡ് ആവാൻ പറ്റും. കോണ്ടന്റ് ക്രിയേഷന്റെ ഏർണിംഗ് പൊട്ടൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൈഡാണ്. അതായത് പലതരത്തില് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാക്കാം, മെറ്റയിൽ ചെയ്യുമ്പോൾ മെറ്റയിൽ നിന്ന് ആഡ്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ മെറ്റയിൽ നിന്ന് പണം ഉണ്ടാക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലെല്ലാം വരുന്നതാണ് പ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാനിങ്ങനെ വന്നിരുന്ന ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്റെ വീഡിയോസിന്റെ ഇടയിൽ ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് നല്ല ഏർണിങ്സ് ഉണ്ടാക്കാം. ഇതൊന്നുമല്ല ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾ നല്ല രീതിക്ക് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ട്. ഓക്കെ, 10,000 പേരൊക്കെ സ്ഥിരം നിങ്ങളുടെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ബിസിനസ് ഉണ്ട്. ഞാൻ ആ ബിസിനസിനെ കുറിച്ചിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞാലോ, ആ 10,000 പേരും എന്റെ ബിസിനസിനെ കുറിച്ച് അറിയും. ആ 10,000 പേര് എന്നെ വിശ്വാസമുള്ളവരാണ്, എന്റെ സെയിൽസ് കൂടാൻ നല്ല രീതിക്ക് സാധ്യതയുണ്ട്. അതായത് ബിസിനസ് ഒക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഫൗണ്ടർ ബ്രാൻഡിങ് എന്നത്. നിങ്ങൾക്ക് ഇനിയുള്ള ഒരു കാലത്ത് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ അത്യാവശ്യം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹൈ ഇൻകം സ്കില്ലിന് പുറമെ ഒരു ഹൈ ഡിമാൻഡ് ഉള്ള ഒരു സ്കില്ല് കൂടിയാണ് കോണ്ടന്റ് ക്രിയേഷൻ. ഇതാണ് നമ്മുടെ 4 ഹൈ ഇൻകം സ്കിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സിമ്പിൾ ആണ്, എല്ലാവർക്കും തുടങ്ങാൻ പറ്റും. 90 ദിവസം എന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സ്കിൽസും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ഐ ബട്ടണിലുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ സ്കിൽസ് ഒക്കെ മോണിറ്റൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീലാൻസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് ഫുള്ളി മനസ്സിലാവും. അപ്പൊ എന്തായാലും ഈ സ്കിൽസ് ഒക്കെ ലേൺ ചെയ്യുക, നല്ല രീതിക്ക് ഏർണിങ്സ് ഉണ്ടാക്കുക, നല്ലൊരു ബ്രാൻഡ് ആവുക. അപ്പൊ ഒരു അടുത്ത യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. ഒരു മിനിറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു.